എന്റെ മകന്റെ പ്രധാന ശത്രു ആരാണെന്ന് ദേവിക്ക് അറിയാലോ. പ്രഭാവതി. മാഡം, ഞാൻ അമ്മയ്ക്ക് വേണ്ടി വാദിക്കാന്ന് തോന്നരുത്. അമ്മയ്ക്ക് ഋഷിയോടിപ്പോ ഒരു ശത്രുതയും ഇല്ല. അന്ന് അമ്പലത്തിൽ നിന്ന് മടങ്ങുമ്പോ ഋഷി അമ്മയെ പരസ്യമായിട്ട് ആക്ഷേപിച്ചിട്ട് പോലും അമ്മ ആ പക കാണിച്ചിട്ടില്ല. അന്ന് ഞാൻ ഋഷിയെ കാണാൻ ഇറങ്ങിയതാ. ഒന്നിനും ആരും പോണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെയൊക്കെ സമാധാനിപ്പിച്ചത് അമ്മയാ. അതുകൊണ്ട് അമ്മ ഇപ്പൊ ഋഷിയുടെ ശത്രുവായിട്ട് കാണണ്ട. അല്ല ദേവിക, അത് ചിലപ്പോ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ളൊരു അഭിനയായിക്കൂടെ? ഋഷിയോട് ഉറപ്പായിട്ടും പ്രഭാവതിക്ക് പകയുണ്ടായിരിക്കും. അതേതെങ്കിലും രീതിയിൽ തീർത്തതായിരിക്കോ ഇപ്പോഴുള്ള സംഭവങ്ങള്? ഇല്ല 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 മാഡം, ഈ രീതിയിൽ സംശയിക്കേ വേണ്ട. അമ്മ ഇപ്പൊ ഏത് കാര്യത്തിനും ശാന്തമായിട്ടാ പ്രതികരിക്കുന്നേ. എന്തോ എനിക്കൊന്നും അങ്ങോട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ചുറ്റിനും എന്തൊക്കെയോ നടക്കുന്നു. ഞാൻ എങ്ങോട്ടോ പോകുന്നു. കണ്ണടയുന്നതിന് മുമ്പ് എനിക്ക് എന്റെ ഋഷിയുടെ മുഖം ഒന്ന് കാണണം. എനിക്ക് എന്റെ ഋഷിയെ കണ്ടുപിടിച്ച് തരണേ മോളെ. ഇപ്പോ നിന്നില എന്റെ ഒരേ ഒരു പ്രതീക്ഷ.